ട്രംപ് സാറ് ഈ ചെയ്യുന്നത് ശരിയല്ല. CAA-കാർക്ക് ഒരു ശ്വാസം വിടാനുള്ളൊരു സമയം കൊടുക്കണം. ക്രിസ്മസിന് ലീവില്ല, ന്യൂ ഇയറിന് ലീവില്ല. ഇതെന്താണിത്? ഒരു സ്ഥലത്ത് വെനിസ്വേലയിൽ പോയി അവിടുത്തെ ഭരണം അട്ടിമറിക്കണം, പിന്നെ ഇപ്പുറത്തെ ലോകത്തിൻ്റെ വേറൊരു സൈഡിൽ പോയി ഇറാനിൽ പോയിട്ട് അവിടെ പ്രൊട്ടസ്റ്റ് നടത്തി അവിടത്തെയും ഭരണം അട്ടിമറിക്കണം. എന്താണിത്? ഒരു ഗ്യാപ്പ് കൊടുക്കൂ അവർക്ക്. വെനിസ്വേലത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ. ഇനി കുറച്ച് ഇറാനിലെ കാര്യങ്ങൾ എന്താ അവിടെ നടക്കുന്നത് നോക്കാം. അതാ അവിടെ വൻ സീനുകളാണ് നടക്കുന്നത്. സിനിമ സ്റ്റൈലൊക്കെയാണ് അവിടെ വൻ പ്രൊട്ടസ്റ്റും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ഒരു 8ാമത്തെ ദിവസം നടക്കുക, 8ാമത്തെ ദിവസമായി പ്രൊട്ടസ്റ്റ്. എന്താണ് അവിടുന്ന് എന്താ പ്രശ്നത്തിൻ്റെ തുടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇറാൻ്റെ അവസ്ഥ. 52% അവിടുത്തെ ഈ ഇൻഫ്ലേഷൻ റേറ്റ്. ഈ കൊല്ലത്തെ മുഴുവൻ എടുത്തു കഴിഞ്ഞാലും 50% ഉണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് ജോലിയില്ല, സാധനങ്ങൾക്ക് ഒന്നും പൈസയൊക്കെ കൂടുന്നു, അത് വാങ്ങാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ ഈ എക്കണോമിക് ഇഷ്യൂസിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റായിരുന്നു തുടക്കത്തിൽ. ഇപ്പം അത് വന്ന് എന്തായിട്ടുണ്ട്, മൾട്ടിപ്പിൾ സിറ്റീസിൽ അത് സ്പ്രെഡായി. ഒരുപാട് ആൾക്കാർ അവരുടെ കടകളും മാർക്കറ്റ്സും എല്ലാം ക്ലോസ് ചെയ്ത് തെരുവിലേക്ക് ഇറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ IRGC-ക്കാർ ഇറങ്ങിയിട്ടുണ്ട്, 16 പേരിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും വയലൻ്റായി, നാട്ടുകാരും വയലൻ്റായി. ഇപ്പോൾ അവരിനെ അറ്റാക്ക് ചെയ്യുന്നു, ഇവരിനെ അറ്റാക്ക് ചെയ്യുന്നു, മൊത്തം പ്രശ്നമാണ്. ഒരു ഇൻക്രെഡിബിൾ ഒരു ഫോട്ടോ ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. ഇതാ ഒരാൾ ഇത്രയും പോലീസുകാർക്കെതിരെ ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. അതിന് നാട്ടുകാർ പ്രൊട്ടസ്റ്റ് ചെയ്തതിന് CAA-ക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഡൊണാൾഡ് ട്രംപ് വരുന്നത്. ഇറാനിൽ ആരെങ്കിലും പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെതിരെ വെടിവെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഞങ്ങൾ ഇടപെടും. വി ആർ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റെഡിയാണ് ഞങ്ങൾ, എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്ന് മറ്റേ വെനിസ്വേലത്തെ പോലെ കാര്യങ്ങളൊക്കെ നടത്തി അരമണിക്കൂറിൽ പോവുക എന്നുള്ള രീതിയിലാണ് ട്രംപ് നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ അതിലേക്ക് അത് എത്തും. ഇറാൻ ഗവൺമെൻറ്റും വെട്ടിയിരിക്കുകയാണ്. അവർ പുതിയൊരു നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയൊരു പ്ലാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. $7 ഓരോ ഇറാൻ സിറ്റിസൺസിനും $7 4 മാസത്തേക്ക് ഓരോ മാസവും കിട്ടും എന്നുള്ള രീതിയിലൊക്കെ പുതിയൊരു പ്ലാൻ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ഈ പ്രൊട്ടസ്റ്റ് ഒന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അയത്തുള്ള അലി ഖമീനി ആണെങ്കിൽ മറ്റേ മെഡൂറോ പോലെ മണ്ടനല്ല, പ്ലാൻ B ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് വിടും മോസ്കോയിലേക്ക് എന്ന് പറഞ്ഞിട്ട് പ്ലാൻ B-ൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എന്തെങ്കിലും പ്രശ്നം വന്നാൽ എൻ്റെ ജീവനോടെ പിടിക്കാൻ പറ്റില്ല, എൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ മോസ്കോയിലേക്ക് വേണം എന്നാണ് ഇപ്പോൾ പറയുന്നത്.